കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ വീണ്ടും വിശ്വാസങ്ങളെ അവഹേളിച്ചും ഭക്തരെ പ്രകോപിപ്പിച്ചും CPM. ക്ഷേത്രോത്സവ കലശത്തിൽ മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളായ CPMകാരുടെ ചിത്രങ്ങളുമായി ആഘോഷം നടത്തുകയായിരുന്നു. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി നടന്ന കലശഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ പിള്ള, കടക്കിലെ വിപ്ലവഗാനം, കണ്ണൂരിൽ തന്നെ കലശം വരവിനിടെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കൽ, അവിടെ ചെഗുവേരയുടെ കൊടിപാറിക്കൽ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊരു കഷ്ടമാണ്. കൃഷ്ണരാജ്, വിശ്വാസികളെ അവഹേളിക്കുന്നൊരു നടപടിയുമായി CPMകാർ മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച തന്നെയാണ് കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. മറ്റേതെങ്കിലും ദൈവങ്ങളുടെയോ മറ്റോ കലശമാണ് ഇവർ എടുത്തിരുന്നെങ്കിൽ നമുക്കതിനെ അംഗീകരിച്ച് കൊടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കലശം വരവിനിടെ എടുത്തിരിക്കുന്ന കൊടിയൊക്കെ തന്നെ കാണുന്നത് അതൊരു ഭക്തരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കൊടികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് വധക്കേസിലെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിക്കപ്പെട്ട, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ചിത്രങ്ങൾ പതിച്ച കൊടികൾ കൊണ്ടാണ് ഇവർ ഈ ഉത്സവത്തിന് എത്തിയതെന്നുള്ളതാണ്. അതായത് ഈ PM മനോജിൻ്റെ സഹോദരൻ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP വധക്കേസിൽ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട ജയിലിലായ TK രജീഷ് ഉൾപ്പെടെയുള്ള കൊലയാളികളുടെ ചിത്രം പതിച്ച കൊടികളുമായാണ് ഇവർ ഈ കലശഘോഷയാത്രയ്ക്ക് എത്തിയതെന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ഷേത്ര വിശ്വാസികളെ, ഭക്തരെ എത്രത്തോളം അവർ അവഹേളിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണിത്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് പുല്യോട് എന്ന് പറയുന്ന, കതിരൂർ പുല്യോട് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രോത്സവത്തിൽ ഇതുപോലെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ഉള്ളിൽ ചെഗുവേരയുടെ കൊടി വീശുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. കടക്കലെ വിപ്ലവഗാനം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇത്തരത്തിൽ ക്ഷേത്രോത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്ന, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന ഒരു നിലപാട് CPM കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്നു. ഇത് വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവം. കാരണം ഈ കൊലയാളികളുടെ ചിത്രങ്ങൾ പതിച്ച കൊടികൾ ക്ഷേത്രോത്സവത്തിൽ എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിനൊരു ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊരു അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു മാതൃകയല്ല എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ കോടതി തന്നെ ശിക്ഷിച്ച പ്രതികൾ, അതായത് കുറ്റക്കാരാണെന്ന്, അവരാണ് കൃത്യം ചെയ്യുന്ന കോടതിക്കുൾപ്പെടെ ഉത്തമ ബോധ്യം വന്നൊരു കേസ്. ആ കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതികളുടെ കൊടികളുമായി ഇത്തരത്തിൽ മിഥുൻ പിള്ള, ക്ഷേത്രങ്ങൾ കൈയടക്കണം, അവിടെ ഭരണസമിതിയിൽ കയറിപ്പറ്റണം, വിശ്വാസികളാണെന്ന് നടിക്കണം. പക്ഷേ ഇതെല്ലാം അപ്പാടെ പാളുകയാണല്ലോ. ഇങ്ങനെയാണോ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കേണ്ടത്? ഇങ്ങനെയാണോ ക്ഷേത്ര വിശ്വാസികളാണ് ഞങ്ങളെന്ന് പൊതുജനത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തേണ്ടത്? കൃഷ്ണരാജ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇത് ആദ്യമായിട്ടല്ല കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന. പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ പാർട്ടി വേദികളാക്കി ക്ഷേത്രങ്ങളെ മാറ്റുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. കാരണം ഏതാനും ദിവസം മുമ്പാണ് ഇതുപോലെ തന്നെ കതിരൂർ പുല്യോട് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിനകത്ത്, ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് ചെഗുവേരയുടെ മുഖം പതിച്ച ചുവന്ന കൊടി ക്ഷേത്രത്തിനകത്ത് വീശുന്നൊരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ BJP നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തലശ്ശേരി മണോളിക്കാവിൽ ഈ കലശം വരവ് സമയത്ത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച് അവിടെ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്താലോ അവരുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണോ ഇതിനെ സമീപിക്കേണ്ടതെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം അതിന് പല വഴികളുണ്ട്. വിശ്വാസികളെ മാനിച്ചുകൊണ്ട് ചെയ്യുന്നതിൽ ആരും എതിര് നിൽക്കുന്നുമില്ല. പക്ഷേ ഇത്തരം ഒരു രീതിയിലേക്ക്, അതൊരു പാർട്ടി വേദിയാക്കി ക്ഷേത്രങ്ങളെ മാറ്റുന്നത് തന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നതും. ആ ഒരു രീതി, അതൊരു അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല എന്നൊരു കാര്യം തന്നെയാണ്. അതും പാർട്ടി വേദികളുപരി കൊലയാളികൾ, കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കൊലയാളികളുടെ മുഖം പതിച്ചുകൊണ്ടുള്ള കൊടികളും മറ്റും വീശിക്കൊണ്ട്, അല്ലെങ്കിൽ ചെഗുവേരയുടെ പടമുള്ള കൊടികൾ വീശിക്കൊണ്ട് ക്ഷേത്രോത്സവത്തിൽ വരുന്ന എന്തൊരു പ്രസക്തി? ഇതിനൊക്കെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തൊരു ബന്ധമാണുള്ളത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, അതാണ് കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിൽ വീണ്ടും വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ട് CPM ഭക്തരെ പ്രകോപിപ്പിക്കുകയാണ്.
ക്ഷേത്രോത്സവ കലശത്തിൽ മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികൾ അവരുടെ ചിത്രങ്ങളുമായി ആഘോഷം നടത്തുകയായിരുന്നു CPM-കാർ.